എല്ലാവർക്കും അനന്യാസ് ഫാമിലിയിലേക്ക് സ്വാഗതം. തിരിച്ച് ഡൽഹിയിലേക്ക് പോകാനുള്ള പാക്കിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നായ വരാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ അകത്തേക്ക് കയറും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വല കെട്ടിയിട്ടാണ് പോവുക. ചേട്ടൻ ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലെമൺ റൈസ് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തണുത്ത് ഇതാവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതാ പുളിയോദര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് താഴെ വെച്ചത് ഉരുളി നല്ല ചൂടാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉരുളി താഴെ വെച്ചത്. ഇപ്പോൾ ഫാൻ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരണം, എന്നാലേ ചീത്തയാവാതിരിക്കുള്ളൂ. ട്രെയിനിൽ കഴിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിനിലേക്കുള്ള ഇഡ്ഡലി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോകാനുള്ള എല്ലാം പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി ലാസ്റ്റ് ഒരു ഫൈനൽ പാക്കിംഗ് ഉള്ളൂ. ഇത് ചെറിയ ഉള്ളിയൊക്കെ കൊണ്ടുപോവാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഈ മഴയല്ലേ ഇവിടെ, അപ്പോൾ ഇങ്ങനെ വെള്ളം ഇതായിട്ട് ചീത്തയാവേണ്ട വെച്ച് തുറന്ന് വെച്ചതാണ്. ഇപ്രാവശ്യം 2 ചട്ടിയും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ട്രെയിനിലേക്കുള്ള ചിക്കൻ പൊരിച്ചത് ആക്കുന്ന അമ്മ കറികളൊക്കെ റെഡിയാക്കണ്. കൂടെ ഭയങ്കര ബഹളാണ് രാവിലത്തെ. ചോറ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ്. അപ്പോൾ അതാണ് നമ്മൾ തിരിച്ച് ബാക്ക് ടു ഡൽഹി. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ ഉള്ളതിനെക്കാട്ടി ഡബിളായിട്ടാണ് ചക്കയും മാങ്ങയും എന്ന് പറഞ്ഞാൽ തേങ്ങയും മാങ്ങയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ലാസ്റ്റ് ഇതാ ചക്ക ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചക്ക തീർക്കുക, എല്ലാവരും കൂടി കഴിച്ച് തീർക്കുന്നു. തിരിച്ച് അപ്പോഴേ പുല്ലൊക്കെ ആയി, നിറച്ചും പുല്ലും കാര്യങ്ങളൊക്കെ ആയി വീട്ടിൽ. ഇനി തിരിച്ച് വരുമ്പോൾ ഭയങ്കര പുല്ലായിരിക്കും. അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് യാത്ര അയക്കാനായിട്ട്. നായ്ക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വല നെറ്റിട്ട് വയ്ക്കുക ചെയ്യുക പോരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലേക്ക് എല്ലാം പാക്ക് ചെയ്ത് വണ്ടി വരാൻ വേണ്ടി കാത്തുക്കാണ്. അപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ ആ വണ്ടി വരുന്നുണ്ട്, ഞങ്ങളെ ചന്ദ്രേട്ടൻ വരുന്നുണ്ട്. ചട്ടി ഞാൻ പിടിച്ചോണ്ട് പിടിക്കാനും പിന്നെ അതിന് ഇരിക്കാനും കൂടി ചെയ്യാം. നിങ്ങൾ താഴെ ചെല്ലു. ഇതൊക്കെ മുന്നിട്ട് പോകല്ലേ മറ്റു ഭക്ഷണം കൊടുന്നെടുക്കാൻ അങ്ങനെ ഞങ്ങളിതാ നാട്ടിൽ നിന്നും തിരിച്ച് ഡൽഹിയിലേക്ക് പോരായി. സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ച് പോകുമ്പോഴും ഭയങ്കര വിഷമം കേട്ടോ. തിരിച്ച് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങോട്ടേക്ക് വരിക. തിരിച്ച് പോകുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു വിഷമവുമാണ് തിരിച്ച് പോണ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ അമ്മ നമ്മളെ യാത്രയാക്കാൻ വേണ്ടി അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിലിടയ്ക്ക് മോള് എൻ്റെ കണ്ണാടി അതെടുത്തോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്നും നോക്കിയിട്ടില്ല. പിന്നെ നമ്മളെല്ലാം എല്ലാം കെട്ടിപ്പെറുക്കി വരണ്ടേ, ഭക്ഷണം ഉണ്ടാക്കി. ട്രെയിനിൽ ഫുഡില്ലാത്ത ട്രെയിനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ എല്ലാ പണികളൊക്കെ ചെയ്ത് തീർക്കണ്ടേ. അങ്ങനെ നമ്മളിങ്ങനെ കോഴിക്കോടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷനിലെത്തിയപ്പം അനിയൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കുറച്ച് കഴിഞ്ഞപ്പം മുതൽ മഴയോട് മഴ. ഇപ്പോൾ സ്റ്റേഷനിലെത്തിയ സമയത്ത് അത്ര മഴയൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചാറണുണ്ടായുള്ളൂ. അപ്പോൾ അനിയൻ അവിടെ ഉണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ
അപ്പം അവന് എനിക്ക് വീഡിയോ എടുത്തിട്ട് ചിലത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചന്ദ്രേട്ടൻ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഇതാ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തരികയാണ്. പിന്നെ ഞങ്ങൾക്ക് എപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവുകയാണെങ്കിലും അച്ഛനുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഞങ്ങളെ ലീവ് പോകുമ്പോഴും അച്ഛൻ സ്റ്റേഷനിലാണെങ്കിലും എയർപോർട്ടിലായാലും ഞങ്ങളെ കൂടെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അനിയനിപ്പോൾ ഉള്ളതുകൊണ്ട് അനിയൻ കൂടെ വന്ന് അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പൊതി ഞങ്ങളെ കയ്യിലുണ്ടാവും. അതാണ് മോളെ കയ്യിൽ അനിയൻ കൊടുത്തത്. അച്ഛൻ ഞങ്ങൾക്കുള്ള ഫുഡ് കാര്യങ്ങളായാലും ശരി, കുട്ടികൾക്ക് കഴിക്കാനുള്ള സ്നാക്സ്, ബേക്കറി അതൊക്കെ ട്രെയിനിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാ സമയത്തും അച്ഛൻ മരിക്കുന്ന വരെയുള്ള ആ ലീവുകളിൽ ഞങ്ങൾക്ക് തന്നു വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ സ്റ്റേഷനകത്ത് കയറി അങ്ങനെ ഇതാ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വന്ദേ ഭാരത് വരുന്നത്. അപ്പം ഞാൻ വന്ദേ ഭാരത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നേരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. അങ്ങനെ ഞാനത് എന്താക്കി ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഞാനത് ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഒരു അരമണിക്കൂർ നേരത്തെയാണ് നമ്മളെത്തിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതാ അനിയൻ മോളെയും കൊണ്ടിട്ട് അപ്പോൾ അവിടുന്ന് എന്തോ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്, എന്തോ സാധനങ്ങൾ അവർക്ക് എന്തോ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ച് പിന്നെ നമ്മളവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച്, കാരണം നമ്മൾ വരുന്ന സമയത്ത് സ്റ്റേഷനിൽ നിന്ന് ഉള്ള ചായ കുടിച്ചെന്നല്ലാതെ പുറത്തുനിന്ന് സാധാരണ ചായ കുടിക്കാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളവിടെ കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറി. അപ്പോൾ അനിയൻ അവിടെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര വിഷമമായിരുന്നു. നമ്മളൊരു മാസം നാട്ടിലിങ്ങനെ നിന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അവനും ഭയങ്കര ഫീലിംഗാണ്. അപ്പം ഭയങ്കര വിഷമവും കരച്ചിലും എല്ലാം കൂടെ ആയിട്ട് ആണ് തിരിച്ചെപ്പം നാട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെയാട്ടോ ഉണ്ടാവാറ്. അപ്പം ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലിങ്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ഡൽഹിയിലേക്ക് യാത്ര തുടങ്ങി. അപ്പോൾ ചേട്ടൻ അവനെ യാത്രയാക്കിയിട്ട് ചേട്ടനും വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ മൂവ് ചെയ്തു. പിന്നെ ഞങ്ങളിതാ ലാസ്റ്റ് നമ്മൾ ഡൽഹിയിലെത്തി. ലാസ്റ്റ് നമ്മളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇറങ്ങാറായി. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ, നമ്മൾ ബാഗൊക്കെ കറക്റ്റാണോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. അവിടെ നമ്മൾ സാധനങ്ങൾ കൂലിയെ കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പം എപ്പോഴും വരികയാണെങ്കിലും നമുക്കൊരു കൂലിക്കാരനെ വിളിക്കും. കാരണം ബാഗുകളുടെ എണ്ണം ഉള്ളതുകൊണ്ട് ഇവരെപ്പോഴും തന്നെ ചീത്ത പറയുകയും ചെയ്യും കേട്ടോ. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഓരോ പ്രാവശ്യം പോകുമ്പോഴും കൂട്ടിയാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ പോകുന്ന കൂലി നമ്മളുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ കൂലി പോകുന്നതിനനുസരിച്ച് കൂലി ഭയങ്കര സ്പീഡിലല്ലേ പോവുക. അപ്പോൾ നമ്മളും മുന്നിൽ ഓടിയെത്തണ്ടേ. അപ്പം ചേട്ടൻ അവരുടെ കൂടെ പോയി, ഞങ്ങൾ പിന്നാലെ പോയി. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിക്കാരൻ വന്ന് സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി വെച്ച് നമ്മൾ തിരിച്ച് നമ്മളുടെ സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, ഡൽഹിയിൽ ഇറങ്ങിയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നേ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പം നമുക്ക് ആ നാട്ടിലെ ആ മഴയിൽ നിന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഡൽഹിയിലേക്ക് എത്തിയപ്പോൾ നമുക്കത് ഒരു എന്താ പറയുക സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഭയങ്കര കാറിലിപ്പോൾ AC ഇട്ടിട്ട് പോലും നമുക്കതൊരു AC-യുടെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ. ചൂട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലെത്തി. ചാവി ഞാൻ അടുത്ത വീട്ടിൽ കൊടുത്തതായിരുന്നു. അപ്പോൾ അവരുടെ മോൻ്റെ അടുത്തുനിന്ന് ചാവി മേടിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് പോയത് കേട്ടോ. വീട്ടിലെത്തിയപ്പം എൻ്റെ അമ്മ ഒന്നും പറയണ്ട, വീട്ടിൽ ഗംഭീര രസമായിരുന്നു.
ചാവി ഞാൻ മേലെ മോൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചാട്ടോ, താഴേക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അവന് മേലേക്ക് കയറി പോകാൻ വയ്യാത്തതുകൊണ്ട് അപ്പോൾ അവൻ താഴേക്ക് ഇട്ട് തന്നതായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ അവസാനം നമ്മളുടെ റൂമിലേക്ക് എത്തി. അപ്പോഴും മോള് ഇവിടെ ഡൽഹിയിൽ ഇവിടെ അവളുടെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം, തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു. അവർക്ക് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, പക്ഷേ എങ്കിൽ അവർ ജനിച്ച് വളർന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുന്ന് വിട്ട് പോണത് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവൾ അവിടെ നിന്ന് തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു. നാട്ടിലാകുമ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക, ഇവിടത്തെ പോലെ നമുക്കിങ്ങനെ കളിക്കാൻ പോവുക, പിന്നെ പുറത്ത് അങ്ങനെ പോവുക, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. നാട്ടിലാകുമ്പോൾ അവിടെ അതിൻ്റേതായ രീതിക്ക് നമ്മൾ നിൽക്കുക. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവൾ ഇവിടെ ഡൽഹിയിലെത്തിയ സമയത്ത് അവൾ ഭയങ്കര തുള്ളിച്ചാടി കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ലിഫ്റ്റിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തി. വീട്ടിൽ അവൾ തന്നെ ചാവിയിട്ട് തുറന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ സമയത്താണ് ഇതാ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. എന്താ പൊടി എന്നറിയോ, ഭയങ്കര പൊടിക്കാറ്റായിരുന്നു പോലും. നമ്മളിപ്പോൾ നമ്മളെ ഇവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുമ്പോൾ അവർ പറയും, പിന്നെ ടി വിയിലൊക്കെ ഇങ്ങനെ കാണാമല്ലോ ന്യൂസിൽ, ഭയങ്കര പൊടിക്കാറ്റുണ്ടായിരുന്നു, പിന്നെ എന്താണ് ഭയങ്കര ചൂടാണെന്നൊക്കെ. അങ്ങനെ ഇതാ വീട് മൊത്തം പൊടിയോട് പൊടിയായിരുന്നു. മഴ പെയ്തിട്ടും ഒക്കെ കൂടെ ബാൽക്കണിയിലുള്ള ചെടികളെ എല്ലാം നശിച്ചു പോയി. അയ്യോ, അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. എത്ര ഇതിൽ ഉണ്ടാക്കിയതാണെന്ന് അറിയാം ഞാൻ. ആ കറിവേപ്പിൻ്റെയും പുതിനത്തൈയൊക്കെ ബാൽക്കണി കണ്ടോ, പൊടി പിടിച്ചിട്ട് കാറ്റടിച്ച്. അയ്യോ, എൻ്റെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണങ്ങി കരിഞ്ഞു പോയല്ലോ ഈശ്വര. നനയ്ക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുളസിയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ, തുളസി പിന്നെയുണ്ട്, റോസ് ഇതൊക്കെ പോയി. അങ്ങനത്തെ ഇതാണ് നാട്ടിൽ പോയി വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ കണ്ടോ. ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. ഇത്ര വൃത്തിയാക്കി പോയതാ അറിയാം, മണ്ണ് പൊടി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.